ഹായ് ഓൾ, വെൽക്കം ടു MRH ക്ലാസ്സസ്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് റിവിഷൻ 2021 വന്നിട്ടുള്ള സെമസ്റ്റർ 4 സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വന്നിട്ടുള്ള ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലത്തെ ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ്, അതായത് കോഴ്സ് ഔട്ട്കം 1. കോഴ്സ് ഔട്ട്കം 1 തന്നെ നമ്മൾ 2 വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഫസ്റ്റത്തെ സെഷനാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സ്ക്രീനിൽ. നമുക്കിവിടെ വന്നിട്ടുള്ളത് മൊത്തം 8 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ CBR മെത്തേഡ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമുക്ക് മൊത്തം 8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് വരുന്നത്. ആ ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ടോട്ടൽ 240 മാർക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ എക്സാം വരുന്നിട്ടുള്ളത് 75 മാർക്സിനാണ്. അപ്പോൾ 75 മാർക്കിൽ നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടത് 30 മാർക്കാണ്. സോ നമ്മൾ ഈ ഒരു 240 മാർക്കിനുള്ളത് പഠിച്ചിട്ട് അതിൽ നിന്ന് 30 മാർക്ക് നേടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് 3 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ എക്സാമിൽ വരുന്ന പോലെ തന്നെ 3 പാർട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. പാർട്ട് എയിൽ വന്നിട്ടുള്ളത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാർട്ട് ബിയിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് പാർട്ട് സിയിൽ വന്നിട്ടുള്ള സമയത്ത് അത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് സൂം ചെയ്യുന്നുണ്ട്, നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പാർട്ട് എ. പാർട്ട് എയിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ മാക്സിമം മാർക്ക് 30 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ട് സിയിൽ ഇതുപോലെ 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഈ ഒരു മൊത്തം വന്നിട്ടുള്ള 8 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പാർട്ട് എ. ഓക്കെ, പാർട്ട് എയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ് നോക്കുക. ഫസ്റ്റ് വൺ എന്താ? സോയിൽ ട്രാൻസ്പോർട്ടഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ടേംഡ് ആസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഒരു സെൻറ്റൻസിൽ എഴുതേണ്ട ആൻസർ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1 വേർഡിലായിരിക്കും അത് എഴുതേണ്ടത്. ഓക്കെ, ഇപ്പോൾ സോയിൽ ട്രാൻസ്പോർട്ടഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എന്തായിരിക്കും അതിൻ്റെ ആൻസർ? ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് ഏതായാലും വഴിക്ക് നോക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. എന്താണ്? ദ ബിഗ്ഗസ്റ്റ് സൈസ് ഓഫ് ക്ലേ പാർട്ടിക്കിളിൻ്റെ ബിഗ്ഗസ്റ്റ് സൈസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ ടേം ലിക്വിഡിറ്റി ഇൻഡെക്സ്. എന്താണ് ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും വഴിക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോയിൽ ട്രാൻസ്പോർട്ടഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതാണ് ചോദ്യം. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി നമുക്ക് വന്നിട്ടുള്ള ട്രാൻസ്പോർട്ടഡ് സോയിലിനെ നമ്മൾ പറയുന്ന പേര് താലസ് എന്നാണ്. താലസ്. ഓക്കെ, അപ്പോൾ താലസ് എന്നും കാണാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ കൊളൂവിയം എന്നും പറയും. കൊളൂവിയം. ഓക്കെ, അപ്പോൾ ഈ 2 ആൻസർ എഴുതി കഴിഞ്ഞാൽ അത് ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ട സോയിലിനെ നമ്മൾ വിളിക്കുന്ന പേര് താലസ് അല്ലെങ്കിൽ കൊളൂവിയം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ട്രാൻസ്പോർട്ടിങ് ഏജൻസ് മാറുന്നത് വഴി പല ടൈപ്പ് സോയിലിനെ നമ്മൾ പല പേരിലാണ് വിളിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് കൂടി നോക്കാം. നോക്ക്, ദ സോയിൽ ദാറ്റ് ആർ ക്യാരിഡ് ആൻഡ് ഡെപ്പോസിറ്റ് ബൈ റിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത്തരം സോയിലിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? അലൂവിയൽ ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ എന്നാണ് വിളിക്കുക. ഇനി ആ സമയത്ത് ലേക്ക് ആണെന്നുണ്ടെങ്കിൽ, റിവറിന് പകരം ലേക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലെക്കസ്ട്രെയിൻ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ലെക്കസ്ട്രെയിൻ സോയിൽ എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ റിവേഴ്സ് ഇൻ സീ വാട്ടർ ആണെങ്കിൽ അത് മെറൈൻ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ മെറൈൻ സോയിലാണ്. അതുപോലെ തന്നെ ഗ്ലേഷ്യർ വഴിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഗ്ലേഷ്യൽ സോയിൽ അല്ലെങ്കിൽ ഗ്ലേഷ്യൽ ഡെപ്പോസിറ്റ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ വിൻഡ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ട്രാൻസ്പോർട്ടിങ് ഏജൻറ്റ് വിൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എയോലിയൻ സോയിലാണ്. ഓക്കെ, എയോലിയൻ സോയിൽ. അപ്പോൾ ഇത് സ്ഥിരം ചോദിക്കാറുണ്ട് 1 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽ എന്നുള്ള രീതിയിൽ ചോദിക്കും. ടൈപ്സ് ഓഫ് സോയിൽ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം റെസിഡ്യുവൽ സോയിൽ എന്താണെന്ന് എഴുതണം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്താണെന്ന് എഴുതണം. എന്നിട്ട് ട്രാൻസ്പോർട്ടഡ് സോയിലിൻ്റെ ഏതൊക്കെയാണ് സബ് കാറ്റഗറീസ് വരുന്നത് എന്നുള്ളത് എഴുതേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഗ്രാവിറ്റി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സോയിലിനെ നമ്മൾ വിളിക്കുന്ന പേര് താലസ് ആണ് അല്ലെങ്കിൽ കൊളൂവിയം. അതുപോലെ തന്നെ എയർ അല്ലെങ്കിൽ വിൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണത്? എയോലിയൻ സോയിലാണ് കേട്ടോ, എയോലിയൻ സോയിൽ. പിന്നെ ലേക്ക് ആണെങ്കിൽ നമുക്ക് ആ ലേക്കിൻ്റെ പേര് തന്നെ കിട്ടും, അത് ലെക്കസ്ട്രെയിൻ സോയിലാണ്. ഇനി അത് റിവർ ആണെന്നുണ്ടെങ്കിൽ അലൂവിയൽ സോയിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
ദ ബിഗ്ഗസ്റ്റ് സൈസ് ഓഫ് ക്ലേ പാർട്ടിക്കിൾ ഈസ്. ബിഗ്ഗസ്റ്റ് സൈസ് ഓഫ് ക്ലേ പാർട്ടിക്കിൾ എന്നാണ് ചോദ്യം. അപ്പോൾ ബിഗ്ഗസ്റ്റ് സൈസ് ക്ലേ പാർട്ടിക്കിളിൻ്റെ ബിഗ്ഗസ്റ്റ് സൈസ് നമ്മൾ പറയുന്നത് ഈസ് 0.002 mm ആണ്. 0.002 mm. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റു കാര്യങ്ങളെന്ന് വെച്ചാൽ സിൽട്ടിൻ്റെ റേഞ്ച്. സിൽട്ട് എന്ന് പറഞ്ഞതിൻ്റെ റേഞ്ച് വന്നിട്ടുള്ളത് 0.002 to 0.075 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ക്ലേയുടെ വാല്യൂ നമ്മളെപ്പോഴും <002 എന്നാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം സൈസ് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത് 0.002 mm ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ പിന്നെ സാൻഡ് ഉണ്ട്, അതുപോലെ ഗ്രേവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. സാൻഡിൻ്റെ റേഞ്ച് വന്നിട്ടുള്ളത് 0.075 to 4.75 ആണ്. 4.75. അതുപോലെ തന്നെ ഗ്രേവൽ വന്നിട്ടുള്ളത് 4.75 to 75 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഇവിടെ ഓൾറെഡി എല്ലാതും നമ്മൾ പറഞ്ഞിട്ടുള്ളത് യൂണിറ്റ് മില്ലിമീറ്ററിലാണ് കേട്ടോ, മില്ലിമീറ്ററിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വന്നിട്ടുള്ളത് 0.002 mm ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടേം ലിക്വിഡിറ്റി ഇൻഡെക്സ്. എന്താണ് ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്നാണ് ചോദ്യം. സോ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് ഓഫ് സോയിൽ ആൻഡ് ഇറ്റ്സ് പ്ലാസ്റ്റിക് ലിമിറ്റ് ടു ഇറ്റ്സ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം അറ്റർബർഗ് ലിമിറ്റ് ആയിട്ടുള്ള ലിക്വിഡ് ലിമിറ്റ്, ശ്രിങ്കേജ് ലിമിറ്റ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ലിമിറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിൻ്റെ ഒരു സബ് കാറ്റഗറിയിലാണ് നമ്മൾ ലിക്വിഡിറ്റി ഇൻഡെക്സ് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡെഫിനിഷന് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ആദ്യം പഠിച്ചു വെക്കുക, അല്ലേ? ഇക്വേഷൻ എന്താണ്? ലിക്വിഡിറ്റി ഇൻഡെക്സിൻ്റെ IL = W - WP ഡിവൈഡഡ് ബൈ WL - WP. ഓക്കെ, അപ്പോൾ ഇതിൽ WL - WP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഡെഫിനിഷനിലേക്ക് നോക്ക്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് ആയിട്ടുള്ള W ആൻഡ് എന്തിൻ്റെയൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്? നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതിയിട്ടുള്ള എന്താണ്? നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി റേഷ്യോ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ആൻഡ് ടു ഇറ്റ്സ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ W - WP ഡിവൈഡഡ് ബൈ IP എന്നാണ് എഴുതേണ്ടത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. അപ്പോൾ അതിന് പകരം നമ്മൾ അതിൻ്റെ ഇലാബറേറ്റ് ആയിട്ട് എഴുതിയതാണ് WL - WP. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വേഷനും ഡെഫിനിഷനും. മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതാണ്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലിക്വിഡിറ്റി ഇൻഡെക്സ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ലിക്വിഡിറ്റി ഇൻഡെക്സിന് പുറമെ നമുക്ക് ശ്രിങ്കേജ് ഇൻഡെക്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഇൻഡെക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്ക് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. എന്താണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ വാട്ടർ കണ്ടൻറ്റ് അറ്റ് ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, ഇപ്പോൾ വാട്ടർ കണ്ടൻറ്റ് അറ്റ് ലിക്വിഡ് ലിമിറ്റ്, അതുപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് അറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ്, ഇത് തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ശ്രിങ്കേജ് ഇൻഡെക്സ് ഡിനോട്ട് ചെയ്യുന്നത് I(S) ആണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ വാട്ടർ കണ്ടൻറ്റ് അറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ശ്രിങ്കേജ് ലിമിറ്റ്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് അറ്റ് പ്ലാസ്റ്റിക് ലിമിറ്റിൻ്റെയും ശ്രിങ്കേജ് ലിമിറ്റിൻ്റെയും ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ശ്രിങ്കേജ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത് നോക്ക്, അത് കൺസിസ്റ്റൻസി ഇൻഡെക്സ് ആണ്. കൺസിസ്റ്റൻസി ഇൻഡെക്സ് ഇപ്പോൾ നമ്മൾ നേരത്തെ ലിക്വിഡിറ്റി ഇൻഡെക്സ് പറഞ്ഞ പോലെ തന്നെ അതുമായി ചേർത്ത് പഠിക്കേണ്ട ഒരു ഇൻഡെക്സ് ആണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ്. നോക്ക് ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് ഓഫ് സോയിൽ ടു ഇറ്റ്സ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞ സമയത്ത് അല്ലേ ലിക്വിഡിറ്റി ഇൻഡെക്സ് പറഞ്ഞ സമയത്ത് എന്തായിരുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് എന്നാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ ഇപ്പോൾ കൺസിസ്റ്റൻസി ഇൻഡെക്സിൽ അതെന്തായി? പ്ലാസ്റ്റിക് ലിമിറ്റിന് പകരം അത് ലിക്വിഡ് ലിമിറ്റായി. ആ ഒരു മാറ്റം മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. സോ ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ലിക്വിഡ് ലിമിറ്റും നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് നമുക്ക് ന്യൂമറേറ്ററിൽ വന്നിട്ടുള്ളത്. ഡിനോമിനേറ്ററിൽ എന്താണ്? പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് തന്നെയാണ്, IP. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു 3 ഇൻഡെക്സ് കൂടെ നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലിക്വിഡിറ്റി ഇൻഡെക്സിനോട് കൂടി ചേർത്ത് പഠിച്ചു വെക്കുക. സോ നമ്മൾ ഈ സെഷനിലത്തെ പാർട്ട് എയിലത്തെ 3 ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ നോട്ട് വെച്ചിട്ട് തന്നെ ഇത് എഴുതണം കേട്ടോ.
നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ നിങ്ങൾ അപ്പോൾ തന്നെ നോട്ടിലേക്ക് എടുത്ത് എഴുതുക. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ഒരു സെഷനിൽ പാർട്ട് എയിൽ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സോയിൽ ട്രാൻസ്പോർട്ടഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന സോയിൽ നമ്മൾ താലസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ കൊളൂവിയം. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് ബിഗ്ഗസ്റ്റ് സൈസ് ഓഫ് ക്ലേ പാർട്ടിക്കിൾ. ക്ലേ പാർട്ടിക്കിളിൻ്റെ ബിഗ്ഗസ്റ്റ് സൈസ് എത്രയായിരുന്നു? അത് 0.002 mm ആയിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലിക്വിഡിറ്റി ഇൻഡെക്സ്. ലിക്വിഡിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പാർട്ട് ബിയിലേക്ക് പോകാം. പാർട്ട് ബിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ക്വസ്റ്റ്യൻസുകളാണുള്ളത്. 2 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്ക്. ഫസ്റ്റ് വൺ, എനുമറേറ്റ് കൺസിസ്റ്റൻസി ലിമിറ്റ്സ് ഓഫ് സോയിൽ. കൺസിസ്റ്റൻസി ലിമിറ്റ് ഓഫ് സോയിൽ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അതുപോലെ തന്നെ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ 3 ഫേസ് റിലേഷൻഷിപ്പ് ഓഫ് സോയിൽ. ഈ 2 ക്വസ്റ്റ്യൻസാണ് നമുക്കിനി നോക്കാനുള്ളത്. നോക്കാം. അപ്പോൾ ഫസ്റ്റ്, കൺസിസ്റ്റൻസി ലിമിറ്റ്. എന്തൊക്കെയാണ് കൺസിസ്റ്റൻസി ലിമിറ്റ്സ്? കൺസിസ്റ്റൻസി ലിമിറ്റ്സിൻ്റെ അതിന് ആൻസറിലേക്ക് പോകുന്നതിന് മുന്നേ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ അറ്റർബർഗ് ലിമിറ്റ് എന്നുള്ള രീതിയിലും ചോദിക്കും കേട്ടോ. അറ്റർബർഗ് ലിമിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതുപോലെ കൺസിസ്റ്റൻസി ലിമിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരേ ഉത്തരം തന്നെയാണ് എഴുതാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 3 ലിമിറ്റുകളാണ് വന്നിട്ടുള്ളത് അല്ലേ. ഏതൊക്കെയാണ് 3 ലിമിറ്റുകൾ? ഒന്ന് ഷ്രിങ്കേജ് ലിമിറ്റാണ്. ഷ്രിങ്കേജ് ലിമിറ്റ്. അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളതാണ് പ്ലാസ്റ്റിക് ലിമിറ്റ്. പ്ലാസ്റ്റിക് ലിമിറ്റ്. പിന്നെ ലിക്വിഡ് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റ്. അപ്പോൾ കൺസിസ്റ്റൻസി ലിമിറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 എണ്ണമാണ് നിങ്ങൾക്ക് ഓർമ്മയിൽ വരേണ്ടത്. ഷ്രിങ്കേജ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ലിക്വിഡ് ലിമിറ്റ്. ഓക്കെ, അപ്പോൾ 3 എണ്ണത്തിൻ്റെയും ആ ഒരു ഫസ്റ്റ് ലെറ്റർ ഓർത്തിരിക്കുക. ഷ്രിങ്കേജ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ലിക്വിഡ് ലിമിറ്റ്, SPL എന്ന രീതിയിൽ ഓർത്തിരിക്കുക. എന്നാൽ പിന്നെ അത് മറക്കില്ല. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എഴുതേണ്ട മറ്റുള്ള പോയിന്റ് കൂടെ നോക്കാം. നോക്ക്. ഫസ്റ്റ്, കൺസിസ്റ്റൻസി ഓഫ് എ ഫൈൻ ഗ്രെയിൻ സോയിൽ ഇസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഇൻ വിച്ച് ഇറ്റ് എക്സിസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ ഡിഗ്രി ഓഫ് ഫേംനെസ് ഓഫ് സോയിൽ. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ ഡിഗ്രി ഓഫ് ഫേംനെസ് ഓഫ് സോയിൽ. കൺസിസ്റ്റൻസി ലിമിറ്റ് നമ്മൾ സാധാരണ പറയാറുള്ളത് ആ ഒരു സോയിലിൻ്റെ ഫേംനെസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫൈൻ ഗ്രെയിൻ സോയിൽ ക്യാൻ എക്സിസ്റ്റ് ഇൻ 4 സ്റ്റേറ്റ്സ്, നെയിംലി ലിക്വിഡ്, പ്ലാസ്റ്റിക്, സെമി സോളിഡ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഓരോ സ്റ്റേറ്റുകൾ, ലിക്വിഡ് സ്റ്റേറ്റ്, അതുപോലെ പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, പിന്നെ സെമി സോളിഡ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ്, ഈ ഓരോ സ്റ്റേറ്റിൽ നിന്ന് മറ്റ് സ്റ്റേറ്റിലേക്ക് മാറുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റ്, ആ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസിസ്റ്റൻസി ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഗ്രാഫ് ഒന്ന് കാണിക്കാം. നിങ്ങൾ നോക്കുക, ഈ ഗ്രാഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓൾറെഡി നിങ്ങൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തതായിരിക്കും അല്ലേ. എന്തൊക്കെയാണ് ഗ്രാഫിൽ നിങ്ങൾ പ്രത്യേകം നോക്കുക. നമുക്ക് Y ആക്സിസിലും X ആക്സിസിലും എന്തൊക്കെയാണുള്ളത്? Y ആക്സിസിൽ വോളിയം ആണുള്ളത്, X ആക്സിസിൽ വാട്ടർ കണ്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫിൻ്റെ ഒരു ഷേപ്പ് നോക്കുക. ഇങ്ങനെ വന്നിട്ട് സ്ട്രെയിറ്റ് വന്നതിന് ശേഷം പിന്നെ അത് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് പോവാണ് അല്ലേ. അപ്പോൾ അതിൽ തന്നെ ഓരോ സ്റ്റേറ്റുകൾ നോക്കുക. ഫസ്റ്റ് സോളിഡ് സ്റ്റേറ്റ് ആണ്. സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് കുറച്ചും കൂടി വാട്ടർ കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? സോയിൽ. സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകും. പിന്നെ കുറച്ചും കൂടി വാട്ടർ കണ്ടൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? സോയിൽ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് പോകും. വീണ്ടും വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഇനി നോക്ക്, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് എപ്പോഴാണ് മാറുന്നത്? ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റിനെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ സെമി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റിനെ നമ്മൾ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന ആ പർട്ടിക്കുലർ പോയിന്റിനെ നമ്മൾ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയും. ഓക്കെ, ഈ കാര്യങ്ങളാണ് ഇനി പോയിന്റ് ആക്കി നിങ്ങൾ എഴുതേണ്ടത്. നോക്ക്, എന്താണ് ലിക്വിഡ് ലിമിറ്റ്? ലിക്വിഡ് ലിമിറ്റ് ഈസ് ദ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് സോയിൽ ചേഞ്ചസ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് സോയിൽ ചേഞ്ചസ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് മാറുന്ന ആ ഒരു പർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ്, അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം, പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്ന വാട്ടർ കണ്ടന്റ്. അത് തന്നെയല്ലേ നമ്മളിവിടെ പറഞ്ഞത് അല്ലേ. ഇത് പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, ഇത് ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു 2 സ്റ്റേറ്റിൻ്റെയും തമ്മിൽ വരുന്നൊരു ബൗണ്ടറി, അതിനാണ് നമ്മളെന്ത് പറഞ്ഞിട്ടുള്ളത്? ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയാം. ഇതുപോലെ തന്നെ ബാക്കി 3 നിങ്ങൾ എഴുതുക. ബാക്കി 2 പ്ലാസ്റ്റിക് ലിമിറ്റ് ആയാലും ഷ്രിങ്കേജ് ലിമിറ്റ് ആയാലും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമുക്കിവിടെ 3 കൺസിസ്റ്റൻസി ലിമിറ്റുകളാണുള്ളത്, അല്ലെങ്കിൽ അറ്റർബർഗ് ലിമിറ്റുകൾ 3 എണ്ണമാണുള്ളത് അല്ലേ. അറ്റർബർഗ് ലിമിറ്റ് 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഷ്രിങ്കേജ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ലിക്വിഡ് ലിമിറ്റ്. അതിൽ തന്നെ നിങ്ങൾ എഴുതേണ്ട ഒരു പോയിൻ്റാണ് ഇത് സൂചിപ്പിക്കുന്നത് ഡിഗ്രി ഓഫ് ഫേംനെസ് ഓഫ് സോയിലാണ്. പിന്നെ ഫൈൻ ഗ്രെയിൻ സോയിലിന് എത്ര സ്റ്റേറ്റുകളുണ്ട്? 4 സ്റ്റേറ്റുകളുണ്ട്. 4 സ്റ്റേറ്റുകൾ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഇടയിൽ 3 ലിമിറ്റുകൾ ഉണ്ടാവുക.
ഇനി ഈ ഒരു പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, ജസ്റ്റ് നമുക്ക് വായിച്ചു നോക്കാം. ദ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ദ സോയിൽ ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അതർ സ്റ്റേറ്റ് ആർ നോൺ ആസ് കൺസിസ്റ്റൻസി ലിമിറ്റ് ഓർ അറ്റർബർഗ് ലിമിറ്റ്സ്. ദ ത്രീ കൺസിസ്റ്റൻസി ലിമിറ്റ്സ് ഓഫ് സോയിൽ ആർ ലിക്വിഡ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ശ്രിങ്കേജ് ലിമിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് പഠിക്കുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ആ ഗ്രാഫ് കൂടെ പഠിക്കുക. ഗ്രാഫ് കൂടെ പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് എഴുതാനായിട്ട് പറ്റും. ഗ്രാഫിൻ്റെ ഷേപ്പ് ഫസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈന്, പിന്നെ ഇൻക്ലൈൻഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലിമിറ്റ് ഉണ്ടാവും, പിന്നെ അടുത്തൊരു ലിമിറ്റ്. ഓക്കെ, ഫസ്റ്റ് സോളിഡ് ആണ്, പിന്നെ സെമി സോളിഡ് ആയിരിക്കും, പിന്നെ പ്ലാസ്റ്റിക്, പിന്നെ ലിക്വിഡ്. അല്ല, നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, നമുക്ക് സോയിൽ ഫസ്റ്റ് ഒരു സോളിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക, പിന്നെ അതിലേക്ക് കുറച്ചും കൂടി വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് അത് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകും, പിന്നെ എന്ത് ചെയ്യും, അത് പ്ലാസ്റ്റിക് ആവും, പിന്നെ പ്ലാസ്റ്റിക് ആയതിനു ശേഷം അത് ലിക്വിഡ് ആവും. അപ്പോൾ എന്നിട്ട് ആ ഒരു ലിമിറ്റുകൾ കൂടെ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം 3 ലിമിറ്റുകളാണുള്ളത്. അപ്പോൾ 3 ലിമിറ്റ് എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ഇവിടെ ഒരു ലിമിറ്റ് വേണ്ടി വരും, ഇവിടെ ഒരു ലിമിറ്റ് വേണം, ഇവിടെ ഒരു ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ശ്രിങ്കേജ് ലിമിറ്റ് WS, ഇത് പ്ലാസ്റ്റിക് ലിമിറ്റ്, ഇത് ലിക്വിഡ് ലിമിറ്റ്. ആ രീതിയിൽ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു Y ആക്സിൽ വോളിയമാണ്, അതുപോലെ തന്നെ X ആക്സിൽ വാട്ടർ കണ്ടൻ്റ് ആണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3 മാർക്കിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ 3 phase റിലേഷൻഷിപ്പ് ഓഫ് സോയിൽ. സോയിലിൻ്റെ 3 phase റിലേഷൻഷിപ്പാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സോയിലിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ, എന്തൊക്കെയാണ് സോയിലിൽ അടങ്ങിയിട്ടുള്ളത്? നമുക്കറിയാം സോയിലിൽ സോളിഡ്സും ഉണ്ട്, അതുപോലെ തന്നെ വോയിഡ്സും ഉണ്ട്. സോളിഡ്സും വോയിഡ്സും ഉണ്ട്. ആ വോയിഡ്സിൽ തന്നെ പിന്നെ എന്തൊക്കെയുള്ളത്? വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ എയറും ഉണ്ട്. വാട്ടർ ആൻഡ് എയർ. അപ്പോൾ ഇതാണ് ഈ 3 ഫേസുകൾ അല്ലേ. ഫസ്റ്റ് ഫേസ് എന്താണ്? അത് സോളിഡ് ആണ്. പിന്നത്തെ ഫേസ് വാട്ടർ, പിന്നെ എയർ അല്ലേ. നമുക്കറിയാം നമ്മൾ ഫിസിക്സിലൊക്കെ മുന്നേ പഠിച്ചിട്ടുണ്ടാവും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ ഓൾറെഡി സോളിഡ് ഉണ്ട്, പിന്നെ വാട്ടർ എന്താണ്? ലിക്വിഡാണ് അല്ലേ. അതുപോലെ തന്നെ എയർ എന്താണ്? ഗ്യാസ് ആണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് വരയ്ക്കുന്ന ഒരു റെക്റ്റാങ്കുലർ ഫോമിൽ വരയ്ക്കുന്ന ആ ഒരു ഫിഗറിനാണ് നമ്മൾ 3 phase ഡയഗ്രാം എന്ന് പറയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു 3 phase ഡയഗ്രാം ഒന്ന് നോക്കാം. ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു. എന്നിട്ട് ഏറ്റവും താഴെ നമ്മൾ എന്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്? സോളിഡ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ വാട്ടർ കാണിച്ചിട്ടുണ്ട്, അതിന് മേലെ എയർ. ഓക്കെ, അപ്പോൾ ഏറ്റവും താഴെ നമ്മൾ സോളിഡ് എന്നുള്ള രീതിയിൽ ഈ ഒരു രൂപത്തിൽ തന്നെയാണ് കാണിക്കേണ്ടത്. നമുക്ക് ആ ഒരു വെയിറ്റിനെ ബേസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉണ്ടാവുക സോളിഡാണ്, പിന്നെ എയറും വാട്ടറും കമ്പയർ ചെയ്യുന്ന സമയത്ത് പിന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉണ്ടാവുക വാട്ടറിനാണ്. അപ്പോൾ വാട്ടർ അതിൻ്റെ മുകളിൽ കൊടുത്തു, പിന്നെ ഏറ്റവും മുകളിൽ എയർ. ആ രീതിയിൽ ആ ഓർഡറിൽ തന്നെ നിങ്ങൾ വരയ്ക്കുക. പിന്നെ വേറൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ എപ്പോഴും വോളിയമാണ് മാർക്ക് ചെയ്യേണ്ടത്, വോളിയം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ വെയിറ്റ് ആണ് കാണിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് WS എന്ന് കാണിച്ചിട്ടുണ്ട്. എന്താണ്? വെയിറ്റ്, വോളിയം ഓഫ് സോളിഡ്സ് ആണ്. അതുപോലെ വോളിയം ഓഫ് വാട്ടർ, വോളിയം ഓഫ് എയർ. അതിൽ തന്നെ വോളിയം ഓഫ് എയറിനെയും വോളിയം ഓഫ് വാട്ടറിനെയും കൂടി കൂടിയിട്ട് നമ്മൾ BV എന്ന് കാണിച്ചിട്ടുണ്ട്. അതെന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ആണ് കേട്ടോ, വോളിയം ഓഫ് വോയിഡ്സ്. പിന്നെ ടോട്ടൽ വോളിയം ആയിട്ടുള്ള ക്യാപിറ്റൽ V കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് WS, അതായത് വെയിറ്റ് ഓഫ് സോളിഡ്സ്, പിന്നെ വെയിറ്റ് ഓഫ് വാട്ടർ, അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് എയർ. വെയിറ്റ് ഓഫ് എയർ നമ്മൾ നോർമലി 0 ആക്കിയിട്ടാണ് എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ടോട്ടൽ വെയിറ്റ് ഇത് കാണിച്ചിട്ടുള്ളത് എന്താണ്? വെയിറ്റ് ഓഫ് വാട്ടർ പ്ലസ് വെയിറ്റ് ഓഫ് സോളിഡ്സ്. ഈ രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് എഴുതേണ്ട 1-2 പോയിന്റ് കൂടെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ്? ദ സോയിൽ മോഡൽ ഇസ് ഗിവൺ ഡയമെൻഷണൽ വാല്യൂസ് ഫോർ സോളിഡ്, വാട്ടർ ആൻഡ് എയർ കമ്പോണൻസ്. ടോട്ടൽ വോളിയം ഈക്വൽ ടു VS പ്ലസ് VW പ്ലസ് VV. ഓക്കെ, VS വോളിയം ഓഫ് സോളിഡ്സ് പ്ലസ് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആണ് കേട്ടത്. VA എന്നാണ് എഴുതേണ്ടത്, സോറി, VA വോളിയം ഓഫ് എയർ. ഓക്കെ, അടുത്തെന്താണ്? സോയിൽ ക്യാൻ ബി പാർഷ്യലി സാച്ചുറേറ്റഡ് വിത്ത് ബോത്ത് എയർ ആൻഡ് വാട്ടർ പ്രസൻറ്റ്, ഓർ ബി ഫുള്ളി സാച്ചുറേറ്റഡ്, ഓർ ബി പെർഫെക്റ്റ്ലി ഡ്രൈ. ഇൻ എ സാച്ചുറേറ്റഡ് സോയിൽ ഓർ ഡ്രൈ സോയിൽ ദ 3 phase സിസ്റ്റം ദസ് റെഡ്യൂസസ് ടു 2 phases ആസ് ഷോൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഉള്ള സോയിലിൽ ഈ ഒരു 3 ഫേസുകൾ ഉണ്ടാവും. പക്ഷേങ്കിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, എന്താണ് ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വോയിഡ്സിൽ ഫുള്ളായിട്ട് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ അത്തരം സോയിലിൻ്റെ 3 phase എങ്ങനെ വരയ്ക്കുക, അല്ലെങ്കിൽ ഫേസ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അവിടെ 2 ഫേസേ ഉണ്ടാവുള്ളൂ അല്ലേ. സോളിഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ താഴെ, സോളിഡ്സ് താഴെ ഉണ്ടാവും. പിന്നെ ഈ വോയിഡ് സ്പേസിൽ
ഈ വോയിഡ് സ്പേസിൽ മൊത്തം എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും ഉണ്ടാവുക. വാട്ടർ അല്ലേ? ഇതേത് കേസാണ്? ഫുള്ളി സാച്ചുറേറ്റഡ് ആണെങ്കിൽ, ഫുള്ളി സാച്ചുറേറ്റഡ് കേസ്. ഇനി ഫുൾ ഡ്രൈ ആണെങ്കിലോ, ഫുൾ ഡ്രൈ സോയിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ വാട്ടർ ഉണ്ടാവില്ല. അപ്പോൾ എന്തായിരിക്കും? താഴെ സോളിഡ്സും മുകളിൽ എയറും ആയിരിക്കും ഉണ്ടാവുക. മുകളിൽ എയർ. ഓക്കെ, ഇവിടെ ഈ കേസിൽ ഇത് വാട്ടർ ആയിരുന്നു കേട്ടോ, ഫുള്ളി സാച്ചുറേറ്റഡിൽ. ആ ഒരു പോയിൻ്റാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? ദ 3 phase സിസ്റ്റം ദസ് റെഡ്യൂസസ് ടു 2 phases ഓൺലി. 2 phase ആയിട്ട് മാറി. 3 phase പകരം ഇപ്പോൾ എന്തായിട്ട് മാറി? 2 phaseകൾ മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 2 questions ആണ് പാർട്ട് ബിയിൽ ഡിസ്കസ് ചെയ്തത്. ഒന്ന് കൺസിസ്റ്റൻസി ലിമിറ്റ് ആയിരുന്നു. കൺസിസ്റ്റൻസി ലിമിറ്റ് നമ്മൾ പറഞ്ഞു 3 ലിമിറ്റുകളാണുള്ളത്. ഏതൊക്കെയായിരുന്നു? ശ്രിങ്കേജ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ലിക്വിഡ് ലിമിറ്റ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന 3 phase റിലേഷൻഷിപ്പ് ഓഫ് സോയിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കും. സോ ഇനി പാർട്ട് സിയിലത്തെ ക്വസ്റ്റ്യൻസുകൾ നോക്കാം. പാർട്ട് സിയിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസുകളാണ് വന്നിട്ടുള്ളത് അല്ലേ? ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? ഒന്നൊരു പ്രോബ്ലമാണ്. വോയിഡ് റേഷ്യോ ഓഫ് സോയിൽ സാമ്പിൾ ഈസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ്, സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റും. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്കസ് ദ പ്രൊസീജിയർ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ഫീൽഡ് ഡെൻസിറ്റി ഓഫ് എ സോയിൽ ബൈ കോർ കട്ടർ മെത്തേഡ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോയിഡ് റേഷ്യോ, സ്പെസിഫിക് ഗ്രാവിറ്റി, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആൻഡ് വാട്ടർ കണ്ടൻറ്റ്. ഈ 3 ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്ക്. പ്രോബ്ലമാണ്. ഇത്തരത്തിലൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ പ്രോബ്ലം ശരിക്കും വായിക്കുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ ഡാറ്റാസ് തന്നിട്ടുള്ളത്? ഒന്ന്, വോയിഡ് റേഷ്യോ ഓഫ് സോയിൽ സാമ്പിൾ ഈസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. എത്രയാണ് വോയിഡ് റേഷ്യോ? ദറ്റ് ഈസ് 0.72 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് 2.7. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഈസ് 75%. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? ബൾക്ക് യൂണിറ്റ് വെയിറ്റും, അതുപോലെ തന്നെ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റും, സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഗിവൺ ഡാറ്റ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റാസ് ഒന്ന് എടുത്ത് എഴുതുക. ഗിവൺ ഡാറ്റ ഒന്ന്, വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഇ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്. ദാറ്റ് ഈസ് 0.72 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി അത് എത്രയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ജി ആണ്. അത് 2.7 ആണ്. അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എത്രയാണ്? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എസ് ആണ്. അത് 75% ആണ്. 75%. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് 75 എന്ന് പറഞ്ഞ വാല്യൂ അല്ല കൊടുക്കേണ്ടത്. പകരം എന്ത് ചെയ്യണം? 75/100 ചെയ്തിട്ട് 0.75 എന്ന് പറഞ്ഞ വാല്യൂ ആണ് ഇക്വേഷനിലോട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ്റെ കേസിൽ 0.75, 75 എന്ന് പറയുമ്പോൾ 0.75 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് എപ്പോഴും 100 കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. 100 കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇൻ കേസ് ഇത് ഒരു 55% ആണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ കൊടുക്കുന്ന സമയത്ത് അത് 0.55 എന്നാണ് വരേണ്ടത് കേട്ടോ. അത് സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്, ഓർത്തിരിക്കുക. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട്, അത് നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആദ്യം നമ്മോട് കാണാൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ്. ബൾക്ക് യൂണിറ്റ് വെയിറ്റ്. അപ്പോൾ ബൾക്ക് യൂണിറ്റ് വെയിറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ബൾക്ക് യൂണിറ്റ് വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? ഓൾറെഡി നിങ്ങൾ നോട്ടിലൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? ബൾക്ക് യൂണിറ്റ് വെയിറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഗാമ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ്. ഗാമ ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ എസ്. ജി പ്ലസ് ഇ എസ് ഡിവൈഡഡ് ബൈ 1+E. ഇതാണ് ഇക്വേഷൻ. ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ എസ് ഡിവൈഡഡ് ബൈ 1+E. അപ്പോൾ ഗാമ ഡബ്ല്യുവിൻ്റെ വാല്യൂ എന്താണ്? യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇത് 9.81 ആണ്. 9.81 ഇൻറ്റു ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. അത് 2.7 ആണ്. ക്വസ്റ്റ്യനിൽ 2.7 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഈ ഗാമ ഡബ്ല്യൂയുടെ വാല്യൂ നമ്മൾ 9.81 എന്ന് എടുത്തിട്ടുണ്ട്. അത് എല്ലാ സമയത്തും കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ എഴുതി വെക്കുക. അറിയാത്തവർ സൈഡിൽ എഴുതി വെക്കുക. ഗാമ ഡബ്ല്യൂയുടെ വാല്യൂ എപ്പോഴും 9.81, അത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഈ സ്റ്റെപ്പിലേക്ക് തന്നെ വരാം. അപ്പോൾ 9.81 ഇൻറ്റു 2.7 പ്ലസ് ഇ എസ്. ഇ എസ് എന്ന് പറയുമ്പോൾ ഇ എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ ആണ്. വോയിഡ് റേഷ്യോയുടെ വാല്യൂ എത്രയായിരുന്നു? അത് 0.72 ആണ്. 0.72 ഇൻറ്റു
ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അഗെയിൻ അതെന്താണ് 0.75. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ 1 പ്ലസ് 0.72. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. വാല്യൂ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് ഈ ഒരു വാല്യൂ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, 18.19 kN/m³ എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അത് കറക്റ്റ് കിട്ടിക്കൊള്ളുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ്, ഈ രീതിയിലാണ് കാണുക. ഇനി അടുത്ത ചോദ്യം സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആണ്. സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ്. സോ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഗാമ സാച്ചുറേറ്റഡ്. ഓക്കെ, സോ ഗാമ സാച്ചുറേറ്റഡിൻ്റെ ഇക്വേഷൻ ഗാമ W ഇൻറ്റു G പ്ലസ് ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. ഓക്കെ, ഗാമ W ഇൻറ്റു G പ്ലസ് ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ ആണ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റിൻ്റെ ഇക്വേഷൻ. കാരണം നിങ്ങൾക്ക് നേരത്തെ ഇക്വേഷനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എസ്സിന് 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും അല്ല. ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുക. കാരണം സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 100% ആണ്. അപ്പോൾ 100 എന്ന് പറയുമ്പോൾ 100/100 1 ആ വാല്യൂ നമ്മൾ കൊടുത്തു. ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഗാമ W ഇൻറ്റു G പ്ലസ് ഇ ബൈ 1 പ്ലസ് ഇ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഗാമ Wയുടെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് 9.81 ആൻഡ് ജിയുടെ വാല്യൂ 2.7 ആണ്. വോയിഡ് റേഷ്യോ 0.72 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.72. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ വന്നിട്ടുള്ളത് 19.22 kN/m³. ഇങ്ങനെ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, ഈ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുള്ള സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ്. സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് എന്താണ്? സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ഗാമ സബ്. ഓക്കെ, അഗെയിൻ ഇക്വേഷൻ എന്താണ് ഗാമ സബിൻ്റെ? ഗാമ W ഇൻറ്റു G മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. ദറ്റ് ഈസ് 9.81 ഇൻറ്റു 2.7 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.72 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9.41 kN/m³ എന്ന് കിട്ടും. ഇനി വേണമെങ്കിൽ വേറെ രീതിയിലും സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് നമുക്ക് കാണാം. ഗാമ സബിന് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ആൾട്ടർനേറ്റ് ഓപ്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഗാമ സബ് ഈക്വൽ ടു ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഗാമ W. ഈ ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഗാമ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ലേ? എത്രയാണ്? 19.22 ആണ്. സോ 19.22 മൈനസ് ഗാമ W ദറ്റ് ഈസ് 9.81. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9.41 തന്നെയാണ് കിട്ടുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് യൂണിറ്റ് വെയിറ്റ്, അതായത് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആയാലും ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആയാലും സബ്മർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആയാലും അതിൻ്റെയൊക്കെ ഇക്വേഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ബേസിക്കായിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. ഏത് ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ? യെസ്, ഈ ഒരു ഇക്വേഷൻ ഗാമ ബൾക്ക്. ഓക്കെ, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഓക്കെ, ഡിസ്കസ് ദ പ്രൊസീജിയർ ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ഫീൽഡ് ഡെൻസിറ്റി ഓഫ് എ സോയിൽ ബൈ കോർ കട്ടർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ നമ്മളോട് പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് കാണാൻ ചോദിക്കാറുണ്ട്. വാട്ടർ കണ്ടൻറ്റിൻ്റെ പ്രൊസീജിയർ നമുക്കറിയാം. ഓവൻ ഡ്രൈയിങ് മെത്തേഡിൻ്റെ പ്രൊസീജിയർ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള പൈക്നോമീറ്റർ അല്ലെങ്കിൽ പിക്നോമീറ്റർ മെത്തേഡിൻ്റെ നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫീൽഡ് ഡെൻസിറ്റി ഓഫ് സോയിൽ ബൈ കോർ കട്ടർ മെത്തേഡാണ്. നമുക്കറിയാം ഫീൽഡ് ഡെൻസിറ്റി കാണാൻ വേണ്ടി നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് കോർ കട്ടർ മെത്തേഡ്, വേറെ ഒരു മെത്തേഡ് കൂടെ ഉണ്ട് അല്ലേ? എന്താണ് അത്? സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡാണ്. സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഏതിൻ്റെയും പ്രൊസീജിയർ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ കഴിഞ്ഞ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ഏതാനും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത്, കഴിഞ്ഞ റിവിഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് അവിടെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് ഒന്ന് വാട്ടർ കണ്ടൻറ്റിൻ്റെതാണ്. വാട്ടർ കണ്ടൻറ്റും അതുപോലെ തന്നെ പിക്നോമീറ്റർ മെത്തേഡ്, സ്പെസിഫിക് ഗ്രാവിറ്റി, അതുപോലെ തന്നെ പിന്നെ ഈ ഒരു ഫീൽഡ് ഡെൻസിറ്റി. ഇത് മൂന്നുമാണ് സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറ്
ഓക്കെ, അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളത് ചോദിക്കില്ല എന്നല്ല, സിലബസിലല്ലാതെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷേങ്കിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഈ വാട്ടർ കണ്ടൻറ്റ് അതുപോലെ തന്നെ പിക്കനോമീറ്റർ മെത്തേഡാണ്. സോ നമ്മൾ ഇവിടെ നോക്കുന്നത് അതാണ് കോർ കട്ടർ മെത്തേഡാണ്, ഫീൽഡ് ഡെൻസിറ്റി കാണുന്ന കോർ കട്ടർ മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ നിങ്ങൾ ഓൾറെഡി ലാബിൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ. എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫീൽഡ് ഡെൻസിറ്റിയാണ്, ഒരു സോയിലിൻ്റെ ഡെൻസിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് ചോദ്യം. അപ്പോൾ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, മാസ് ബൈ വോളിയം ആണ്, മാസ് ബൈ വോളിയം. അപ്പോൾ ബേസിക്കായിട്ട് എങ്ങനെ വന്നിട്ടുള്ളത്, നമുക്ക് ഫീൽഡ് ഉണ്ടാവും, ഫീൽഡിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കോർ കട്ടർ ഇങ്ങനെ വെക്കും അല്ലേ. കോർ കട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഒരു സിലിണ്ടറാണ്, ഹോളോ സിലിണ്ടർ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ഡോളി വെച്ചതിന് ശേഷം ഹാമർ വെച്ചിട്ട് താഴത്തോട്ട് അടിച്ച് താഴ്ത്തുന്ന സമയത്ത് ഇത് താഴത്തോട്ട് പോകും. ഇത് താഴത്തോട്ട് പോകുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് മണ്ണ് ഫില്ലാവും അല്ലേ, ആ ഒരു സോയിൽ ഫില്ലാവും. പിന്നെ നമ്മളത് എടുത്ത് മാറ്റിയതിന് ശേഷം അതിൻ്റെ വെയിറ്റ് നോക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഈ ഒരു കോർ കട്ടറിൻ്റെ വോളിയം കൂടി നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട്. പിന്നെ ആ ഒരു സോയിലിൻ്റെ വെയിറ്റും കോർ കട്ടറിൻ്റെ ഇന്നർ വോളിയം കൂടി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഫീൽഡ് ഡെൻസിറ്റി കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് മെത്തേഡ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ കൂടെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ എന്തൊക്കെയാണുള്ളത്, അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് കോർ കട്ടർ. അപ്പോൾ ഇവിടെ താഴെ കോർ കട്ടർ കൊടുത്തിട്ടുണ്ട്, ഇതാണ് കോർ കട്ടർ. ഇതിന് മുകളിൽ വെക്കുന്ന ഡോളി. പിന്നെ ഇത് സോയിൽ ഫില്ല് ചെയ്തതിന് ശേഷമുള്ളതാണ് ഈ രണ്ടാമത്തെ ഫിഗർ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, കോർ കട്ടർ ഫില്ല് വിത്ത് സോയിൽ. ഇനി അതിൻ്റെ പ്രൊസീജിയർ നോക്കുക. ഫസ്റ്റ് മെഷർ ദ ഹൈറ്റ് ആൻഡ് ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് ദ കോർ കട്ടർ ആൻഡ് കാൽക്കുലേറ്റ് ഇറ്റ്സ് വോളിയം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കാണേണ്ടത് ആ ഒരു കോർ കട്ടറിൻ്റെ വോളിയം കാണുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കോർ കട്ടറിൻ്റെ ഹൈറ്റും ഡയാമീറ്ററും കാണും. ഓക്കെ, ഹൈറ്റും ഡയമീറ്ററും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് πr²h എന്ന് പറഞ്ഞ ഫോർമുല വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, വോളിയം കിട്ടും. അടുത്തത് വെയ്റ്റ് ദ എംപ്റ്റി കോർ കട്ടർ വിത്തൗട്ട് ഡോളി. ഓക്കെ, അപ്പോൾ ഡോളി ഇല്ലാതെ ജസ്റ്റ് ആ ഒരു കോർ കട്ടറിൻ്റെ മാത്രം വെയിറ്റ് എടുക്കുക, അതിന് W1 എന്ന് ഡിനോട്ട് ചെയ്യാം. പിന്നെ അടുത്തത് ക്ലീൻ ആൻഡ് ലെവൽ ദ ലൊക്കേഷൻ വെർ ഡെൻസിറ്റി ഈസ് ടു ബി ഡിറ്റർമിൻഡ്. നമ്മുടെ സോയിൽ ലെവലാക്കി വെക്കുക, അല്ലെങ്കിൽ ഫീൽഡ് ലെവലാക്കി വെക്കുക. നമ്മൾ എവിടെ നിന്നാണോ മണ്ണെടുക്കുന്നത് ആ ഒരു ഫീൽഡ് ഒന്ന് ലെവലാക്കി വെക്കുക. അതിനുശേഷം എന്താ പറഞ്ഞിട്ടുള്ളത്, ഡ്രൈവ് ദ കോർ കട്ടർ വിത്ത് സ്റ്റീൽ ഡോളി on its top into the soil to its full depth with the help of a steel rammer so that half of the dolly will remain above the ground. അപ്പോൾ ആ ഒരു ഡോളി കുറച്ച് ഭാഗം പുറത്തേക്ക് കാണുന്ന രീതിയിൽ അത് ഫുള്ളായിട്ട് കോർ കട്ടർ ഫുള്ളായിട്ട് അടിച്ച് താഴ്ത്തുക. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്, എക്സ്കവേറ്റ് ദ സോയിൽ അറൗണ്ട് ദ കോർ കട്ടർ, ജെന്റ്ലി ലിഫ്റ്റ് ദ കട്ടർ വിത്ത് ഫീൽഡ് സോയിൽ. Okay, again weight the core cutter with filled soil W2 after trimming the top and bottom surface of the sample and cleaning the outside surface of cutter. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ അടിച്ച് താഴ്ത്തിയിട്ടുണ്ടായിരുന്ന കോർ കട്ടർ നമ്മൾ വീണ്ടും പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അതിൽ സോയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെയിറ്റ് എടുക്കുന്ന സമയത്ത് ആ സോയിലിൻ്റെ വോളിയം സോയിലിൻ്റെ വെയിറ്റും ഉണ്ടാവും, അതോടൊപ്പം തന്നെ കോർ കട്ടറിൻ്റെ വെയിറ്റ് കൂടെ ഉണ്ടാവും. അപ്പോൾ ആ കോർ കട്ടറിൻ്റെ വെയിറ്റ് നമ്മൾ പിന്നെ അതിൽ നിന്ന് കുറയ്ക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് സോയിലിൻ്റെ വെയിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, സോയിലിൻ്റെ മാത്രമായിട്ടുള്ള വെയിറ്റ് കിട്ടുള്ളൂ. സോ ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, കാൽക്കുലേറ്റ് ദ ബൾക്ക് ഡെൻസിറ്റി ഓർ ഫീൽഡ്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ദ ബൾക്ക് ഡെൻസിറ്റി ഓഫ് ഫീൽഡ് സോയിൽ ആസ് ഗാമ ഈക്വൽ ടു W2 - W1 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ V. ഓക്കെ, ഇപ്പോൾ W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് എടുത്ത വെയിറ്റ് ആണ്. W1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു കോർ കട്ടറിൻ്റെ മാത്രം ആയിട്ടെടുത്ത വെയിറ്റ് ആണ്. അപ്പോൾ അത് തമ്മിൽ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോയിലിൻ്റെ മാത്രമുള്ള വെയിറ്റ് കിട്ടും, ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ V. ക്യാപിറ്റൽ V കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കോർ കട്ടറിൻ്റെ വോളിയമാണ്. കോർ കട്ടറിൻ്റെ വോളിയം തന്നെയാണ് ആ സോയിലിൻ്റെ വോളിയവും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൾക്ക് ഡെൻസിറ്റി അല്ലെങ്കിൽ ഫീൽഡ് ഡെൻസിറ്റി കിട്ടും. പിന്നെ ഇനി ബാക്കി സ്റ്റെപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് ഡ്രൈ ഡെൻസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇൻ കേസ് ക്വസ്റ്റ്യന് ഡ്രൈ ഡെൻസിറ്റി കാണാനാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള സ്റ്റെപ്പ് കൂടെ എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫീൽഡ് ഡെൻസിറ്റിയാണ്. ഫീൽഡ് ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബൾക്ക് ഡെൻസിറ്റിയാണ്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോർ കട്ടറുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ബേസിക്കായിട്ട് അറിയേണ്ടത്, കോർ കട്ടറിൽ നമ്മൾ കാണുന്നത് ഫീൽഡ് ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയമാണ്. അപ്പോൾ മാസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് എടുക്കുന്നത്. വോളിയം നമ്മൾ ഡയറക്റ്റായിട്ട് ആ കോർ കട്ടറിൻ്റെ വോളിയം തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോയിഡ് റേഷ്യോ, സ്പെസിഫിക് ഗ്രാവിറ്റി, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആൻഡ് വാട്ടർ കണ്ടൻറ്റ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ, derive the relationship between void ratio, specific gravity, bulk unit weight and water content. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു
റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക്കായിട്ട് 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു ആണ്, ബേസിക് ഇക്വേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് ഗാമ എസ്സിനൊരു റിലേഷൻ ഉണ്ടാക്കി വെക്കണം. ഗാമ എസ് ഈക്വൽ ടു എന്താ വരുന്നിട്ടുള്ളത്? ജി ഇൻറ്റു ഗാമ ഡബ്ല്യു. അതുപോലെ തന്നെ നമുക്കൊരു റിലേഷൻ ഉണ്ട്, ഇ എസ് ഈക്വൽ ടു ജി ഡബ്ല്യു എന്ന് പറഞ്ഞ ഒരു റിലേഷൻ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾ വാട്ടർ കണ്ടൻറ്റിനെ ഒരു റിലേഷൻ ഉണ്ടാക്കി വെക്കുക. സോ വാട്ടർ കണ്ടൻറ്റ് ഡബ്ല്യു ഈക്വൽ ടു എന്ത് വരും? ഇ എസ് ഡിവൈഡഡ് ബൈ ജി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഡെറിവേഷന് മുന്നേ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. നമുക്ക് ഗാമ ബൾക്ക് അല്ലേ, ഗാമ ബൾക്ക് അതിൻ്റെ ബേസിക് ഇക്വേഷൻ എന്താണ്? ദറ്റ് ഈസ് വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം. വെയിറ്റ് ബൈ വോളിയം ആണ് അല്ലേ. അപ്പോൾ ഇനി വെയിറ്റിന് നമുക്ക് എന്ത് എഴുതാം? നമുക്കറിയാം ഈ സോയിലിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോളിഡ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. എയറിന് പിന്നെ നമ്മൾ സാധാരണ വെയിറ്റ് കണക്കാക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ഡബ്ല്യുവിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് എഴുതാം? വെയിറ്റ് ഓഫ് സോളിഡ്സ് പ്ലസ് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് എഴുതാം. വെയിറ്റ് ഓഫ് സോളിഡ്സ് ബൈ വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ, അതുപോലെ തന്നെ വോളിയത്തിന് നമുക്ക് ഇതുപോലെ തന്നെ എഴുതിക്കൂടെ? വോളിയം ഓഫ് സോളിഡ്സ് പ്ലസ് വോളിയം ഓഫ് വോയിഡ്സ് എന്ന് എഴുതാം. കാരണം നമുക്ക് വോളിയം കണക്കാക്കുന്ന സമയത്ത് അവിടെ എയറിൻ്റെ വോളിയം കൂടി കണക്കാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കത് എന്തെഴുതാൻ പറ്റില്ല? വോളിയം ഓഫ് വാട്ടർ എന്ന് മാത്രമാക്കിയിട്ട് എഴുതാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ വോളിയം ഓഫ് വോയിഡ്സ് എന്ന് എഴുതി. നേരെ മറിച്ച് വെയിറ്റ് കണക്കാക്കുന്ന സമയത്ത് എയറിന് വെയിറ്റിൽ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ ഒരു രീതിയിൽ എഴുതുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? മുകളിൽ നിന്ന് ഡബ്ല്യു എസിനെ പുറത്തേക്ക് എടുക്കുക. ന്യൂമറേറ്ററിൽ ഡബ്ല്യു എസിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 1 പ്ലസ് ഡബ്ല്യു അതായത് വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ വി എസ് ഇൻറ്റു 1 പ്ലസ് വി വി ബൈ വി എസ് എന്ന് വരും. ഓക്കെ, ഈ രീതിയിലാണ് നിങ്ങൾക്ക് കിട്ടുക അല്ലേ. സോ ഇനി നോക്ക്, ഡബ്ല്യു എസ് ബൈ വി എസ് എന്താണ്? അത് ഗാമ എസ് ആണ്, ഗാമ എസ് അല്ലേ. ഇനി ബാക്കിയുള്ളത് നോക്ക്, ബാക്കിയുള്ളത് കൂടി ഒന്ന് എഴുതാം. ന്യൂമറേറ്ററിൽ എന്താ വന്നിട്ടുള്ളത്? 1 പ്ലസ് വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് അല്ലേ. ഇനി നോക്ക്, ഈ ഒരു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് എന്താണ്? അത് വാട്ടർ കണ്ടൻറ്റ് ആണ്, വാട്ടർ കണ്ടൻറ്റ്. അതുപോലെ ഇത് നോക്ക്, വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് അതെന്താണ്? വോയിഡ് റേഷ്യോ ആണ് അല്ലേ. സോ നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇങ്ങനെ എഴുതാം, ഗാമ എസ് ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ എന്ന് എഴുതാം അല്ലേ. ഇനി നമ്മൾ നേരത്തെ ഗാമ എസ്സിനും അതുപോലെ തന്നെ വാട്ടർ കണ്ടൻ്റ് ആയിട്ടുള്ള ഡബ്ല്യുവിനും ഒരു വേറെ റിലേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതാ ഗാമ എസ്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ജി ഇൻറ്റു ഗാമ ഡബ്ല്യു. അതുപോലെ തന്നെ ഡബ്ല്യുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇ എസ് ബൈ ജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്താണ് ഒന്നുകൂടി ഇതിലേക്ക് എടുത്ത് എഴുതുന്നുണ്ട്. ഗാമ ബി ഈക്വൽ ടു ഗാമ എസ് ഇൻറ്റു 1 പ്ലസ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ അല്ലേ. അപ്പോൾ ഗാമ എസ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞു ജി ഗാമ ഡബ്ല്യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗാമ എസ് അതായത് ഇതിനാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് എന്താണ്? ജി ഗാമ ഡബ്ല്യു. ഇനി ബാക്കി 1 പ്ലസ് ഡബ്ല്യുവിന് പകരം എന്താ പറഞ്ഞിട്ടുള്ളത്? ഇ എസ് ബൈ ജി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. ഇനി ന്യൂമറേറ്ററിൽ അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? ജി ഗാമ ഡബ്ല്യു ഇൻറ്റു 1, അപ്പോൾ ജി ഗാമ ഡബ്ല്യു തന്നെ വരും, പ്ലസ് ജി ഗാമ ഡബ്ല്യു ഇൻറ്റു ഇ എസ് ബൈ ജി ഗാമ ഡബ്ല്യു ഇൻറ്റു ഇ എസ് ബൈ ജി. ഇവിടെ ഇൻറ്റു 1 എന്നുണ്ട് കേട്ടോ, ഇനി ഇത് മറക്കണ്ട. അപ്പോൾ ഇങ്ങനെ വരും. ഇതാണ് ന്യൂമറേറ്ററിൽ വരിക. ഡിനോമിനേറ്ററിൽ നമുക്ക് 1 പ്ലസ് ഇ തന്നെയാണ് വരിക. ഇനി നമുക്ക് ഇവിടെ ഈ രണ്ടാമത്തെ ഭാഗത്ത് ഇവിടെ ന്യൂമറേറ്ററിൽ ജി ഉണ്ട്, താഴെ ഒരു ജി ഉണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് പോകും. ബാക്കി എന്ത് വരും? ജി ഗാമ ഡബ്ല്യു പ്ലസ് ഗാമ ഡബ്ല്യു ഇൻറ്റു ഇ എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ എന്ന് വരും അല്ലേ. എഗെയിൻ ഈ ന്യൂമറേറ്ററിൽ ഗാമ ഡബ്ല്യു കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ എസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. ഇതാണ് നമുക്ക് കിട്ടേണ്ടുന്ന റിലേഷൻ. ഓക്കെ,
ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ എസ് ബൈ 1 + e. അപ്പോൾ ഈ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് ആണ് ഇത്. ക്യാപിറ്റൽ ജി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാമ എസ് ബൈ ഗാമ ഡബ്ല്യു ആണ്. അപ്പോൾ അതിൽ നിന്ന് ഗാമ എസിന് ഒരു റിലേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻ ഇ എസ് ഈക്വൽ ടു ജി ഡബ്ല്യു എന്നതിൽ നിന്ന് വാട്ടർ കണ്ടൻറ്റിന് ഒരു റിലേഷൻ ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ 8 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസുകളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ജസ്റ്റ് നമുക്കൊന്ന് സമ്മറി പറയാം. നമ്മൾ ഈ ഒരു സെഷനിൽ മൊത്തം 8 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. പാർട്ട് എയിൽ 3 ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ പാർട്ട് സിയിൽ വീണ്ടും 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പാർട്ട് എയിൽ ഡിസ്കസ് ചെയ്തൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വഴി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന സോയിലിനെ നമ്മൾ വിളിക്കുന്നത് താലസ് ആണ്, അല്ലെങ്കിൽ കൊളൂവിയം, താലസ് ഓർ കൊളൂവിയം. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യന് ബിഗ്ഗസ്റ്റ് സൈസ് ഓഫ് ക്ലേ പാർട്ടിക്കിൾ ആയിരുന്നു. ക്ലേ പാർട്ടിക്കിളിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ബിഗ്ഗസ്റ്റ് സൈസ് 0.002 mm ആണ്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലിക്വിഡിറ്റി ഇൻഡെക്സ് ആണ്. എന്താണ് ലിക്വിഡിറ്റി ഇൻഡെക്സ്, എന്താണ് ശ്രിങ്കേജ് ഇൻഡെക്സ്, എന്താണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ പറഞ്ഞത് കൺസിസ്റ്റൻസി ലിമിറ്റ് ആയിരുന്നു അല്ലേ. കൺസിസ്റ്റൻസി ലിമിറ്റ് കൊണ്ട് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 3 കൺസിസ്റ്റൻസി ലിമിറ്റുകളുണ്ട്. ശ്രിങ്കേജ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ലിക്വിഡ് ലിമിറ്റ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ 3 ഫേസ് റിലേഷൻഷിപ്പ് പറഞ്ഞു. 3 ഫേസ് റിലേഷൻഷിപ്പിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഏറ്റവും താഴെ സോളിഡ്സ്, പിന്നെ വാട്ടർ, എയർ. അതിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ വോളിയം മാർക്ക് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ വെയിറ്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ അതിൻ്റെ 1-2 പോയിന്റുകൾ കൂടെ നിങ്ങൾ എഴുതുക. പിന്നെ നമ്മൾ പാർട്ട് സിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഒരു പ്രോബ്ലം ആയിരുന്നു അല്ലേ. ന്യൂമറിക്കൽ പ്രോബ്ലം ആയിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യന്. അത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ബൾക്ക് യൂണിറ്റ് വെയിറ്റിൻ്റെ ബേസിക് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. ഓക്കെ, അപ്പോൾ ഗാമ ബി ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു ജി പ്ലസ് ഇ എസ് ഡിവൈഡഡ് ബൈ 1 + e. ഈ റിലേഷൻ വെച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലം ആയിരുന്നു അത്. പിന്നെ അതിന് ശേഷം നമ്മൾ പറഞ്ഞത് കോർ കട്ടർ മെത്തേഡ് അല്ലേ. ഫീൽഡ് ഡെൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് ഉണ്ട്. അതിലത്തെ ഒന്നാണ് കോർ കട്ടർ, രണ്ടാമത്തത് പിന്നെ സാൻഡ് റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അതിലത്തെ കോർ കട്ടർ മെത്തേഡിൻ്റെ പ്രൊസീജിയറാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോയിഡ് റേഷ്യോ, സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ്. ഈ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതുവഴി നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു റിലേഷൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്തിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ തന്നെ ഇനി ഒരു സെഷനും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.